ഇനി മറ്റൊരു വാർത്ത പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നുണ്ട്. അവിടെയും പോലീസിനെതിരെ ഗുരുതരമായ ആക്ഷേപമാണുള്ളത്. തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിന് പിന്നിൽ കൊട്ടേഷനാണെന്ന ആരോപണവുമായി സ്പാ ഉടമ രംഗത്തെത്തിയിരിക്കുന്നു. ഗുണ്ടാപ്പിരിവ് വിരോധം പോലീസിന്റെ കഥയാണെന്നും പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും ഉടമ ആരോപിക്കുന്നു. ക്രൂരമായ പീഡനത്തിന് വിധേയായതായും നഗ്നദൃശ്യം പകർത്തിയതായും അതിജീവിതം നൽകിയ പരാതിയിൽ പറയുന്നു. കേസിൽ പോലീസിലും ആഭ്യന്തര അന്വേഷണം തുടങ്ങി. ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടകളുമായി കൂട്ടുകൂട്ടണമെന്ന ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണം നടക്കുന്നത്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ക്രൂരമായ പീഡനം നേരിട്ടു, നഗ്നദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് അതിജീവിതയുടെ പരാതിയിൽ പറയുന്നത്. പക്ഷെ അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നത്. അതായത് ഈ തിരുവല്ല നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്പാ സെൻ്ററുകളുമായി ബന്ധപ്പെട്ട കുടിപ്പകകൾ, അതല്ലെങ്കിൽ മത്സരങ്ങൾ, ഒടുവിൽ ഈ ഒരു ജീവനക്കാരിക്ക് നേരെയുള്ള അതിക്രമത്തിന്, ബലാത്സംഗത്തിന് കാരണമാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് നീക്കം നടത്തുന്ന ആരോപണം കൂടി വരുന്നു. എന്താണ് സ്പാ ഉടമയുടെ പരാതിയിൽ പറയുന്നത്? ഈ മാസം 1-ാം തീയതിയാണ് ഇത്ര ഒരു ബലാത്സംഗവും മറ്റു കാര്യങ്ങളും ഒക്കെ തിരുവല്ലയിലെ ഈ സ്പാ സെന്ററിൽ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആദ്യം വന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഗുണ്ടാപ്പിരിവുമായി ബന്ധപ്പെട്ട് ഈ സുബിൻ എന്ന് പറയുന്ന പ്രതി സുബിൻ അലക്സാണ്ടർ എന്നാണ് പ്രതിയുടെ പേര്. സുബിൻ എന്നാണ് അയാളെ വിളിക്കുന്നത്. പക്ഷെ യഥാർത്ഥ പേര് സുബിൻ അലക്സാണ്ടർ എന്നാണ്. ആ സുബിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം ഈ തിരുവല്ല നഗരത്തിൽ പ്രവർത്തിക്കുന്ന സ്പാ സെന്ററിൽ എത്തുന്നു. തുടർന്ന് പിരിവ് ആവശ്യപ്പെടുന്നു. പിരിവ് നൽകാത്തതിനെ തുടർന്ന് ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്തു. ഒരു കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്ത് കഴുത്തിൽ കത്തിവെച്ച് ബലാത്സംഗം ചെയ്യുന്നുള്ള കാര്യമാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ആദ്യമായി പുറത്തു വരുന്നത്. പിന്നീട് 2-ാം തീയതിയാണ് പോലീസ് കേസെടുക്കുകയും 2 പ്രതികളെ, സുബിൻ അലക്സാണ്ടറിന്റെയും ഒപ്പം കൂട്ടുപ്രതിയായ ഒരാളെ കൂടിയാണ്, 2 പേരെയാണ് ഈ പ്രതി ചേർത്ത് ആദ്യം പോലീസ് കസ്റ്റഡിയെടുക്കുന്നത്. ബാക്കി 4 പ്രതികളും രക്ഷപ്പെട്ടു. എന്തായാലും ആ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന ഇടയിലാണ് ഇപ്പോൾ ഉടമ കൂടി ആ വാർത്ത പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ചില കൊട്ടേഷൻ സംഘടന ആക്രമണമാണ് തന്റെ സ്ഥാപനത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അത് ഈ തിരുവല്ല നഗരം കേന്ദ്രീകരിച്ച് സ്പാ സെന്റർ ഉണ്ട്. അവിടെ പോലീസുകാർ സ്ഥിരം സന്ദർശകരാണ്. ഈ മാസപ്പടി ഒക്കെ പോലീസുകാർ വാങ്ങിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ചില സെന്ററുകളുണ്ട്. ആ സെന്ററുകളുടെ കൊട്ടേഷൻ സംഘമാണ് ഈ ജീവനക്കാരിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുക്കുകയും ഒപ്പം ഈ ഗുണ്ടാസംഘങ്ങൾ അവിടെ എത്തി ബലാത്സംഗം ചെയ്യുന്ന കാര്യം ഉൾപ്പെടെ ഉണ്ടായെന്നാണ് ഉടമ വ്യക്തമാക്കുന്നത്. അത്തരത്തിലാണ് വ്യക്തമാക്കുന്നത്. പോലീസും ഈ ഗുണ്ടകളും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്നുകൂടി പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ഒരു ആക്രമണം തന്നെയാണ് ഉടമ വ്യക്തമാക്കുന്നത്. എന്തായാലും ക്രൂരമായ ഒരു പീഡനത്തിലാണ് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരി ഇരയായത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് 2 പ്രതികളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. ഇതിനകത്തൊരു ദുരൂഹത ഉള്ളത് സ്വാഭാവികമായും 1-ാം തീയതിയാണ് ഈ പീഡനം നടക്കുന്നത്. പിന്നെ 2-ാം തീയതിയാണ് പോലീസ് കേസെടുക്കുന്നത്. പോലീസിന്റെ ഭാഷ്യം എന്ന് പറയുന്നത് ഈ അതിജീവിതയെ പീഡിപ്പിച്ച സമയവുമായി ബന്ധപ്പെട്ട് പോലീസ് അറിഞ്ഞിട്ടാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കേസെടുത്തത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇതെല്ലാം ഈ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, നിലവിൽ ഈ സ്പാ സെന്ററിൽ ഈ തിരുവല്ല പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരം വരുന്നവരാണ്. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് കുറെ ഇടപാടുകളുണ്ട്. പണം, അതായത് മാസപ്പടി വാങ്ങുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ള ആരോപണമൊക്കെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാപ്പ കേസിലെ പ്രതിയാണ് ഈ ഗുണ്ടയായ അല്ലെങ്കിൽ ഇവരെ പീഡിപ്പിച്ചെന്ന് പറയുന്ന സുബിൻ. സുബിന് നിരവധി 11ഓളം കേസുകൾ നിലവിലുണ്ട്. ആ കേസൊക്കെ നിലനിൽക്കുന്ന കാര്യത്തിലാണ് നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് പട്ടാപ്പകൽ 3 മണിക്ക് 1-ാം തീയതി 3 മണിക്കാണ്, പകൽ സമയത്താണ് ഈ പീഡനം നടക്കുന്നത്. ഓഫീസിനുള്ളിൽ അതിക്രമിച്ച് കയറിയതിനു ശേഷം കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഈ ജീവനക്കാരിയെ സുബിൻ പീഡിപ്പിക്കുന്നത്. കൂട്ടുപ്രതികളും ഇതിന് പങ്കാളികളായിരുന്നു. അത്തരത്തിൽ ഒരു പീഡനം നടത്തിയ ശേഷം ആ സ്ഥാപനത്തിൽ നിന്നും പണവും എടുത്തുകൊണ്ട് പോയിട്ടുള്ളതാണ് പ്രതികൾ. അത്തരത്തിലാണ് ഈ കേസ് പോകുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ അത് ഒരു ഗുണ്ടാപ്പിരിവുമായി ബന്ധപ്പെട്ടുള്ള അക്രമമാണ് എന്നുള്ളതാണ് ആദ്യം പുറത്തു വരുന്നത്. പക്ഷേ അതിപ്പോൾ ഉടമ പറയുന്ന അത്തരത്തിലല്ല, കൊട്ടേഷൻ സംഘമാണ്. അത് സമാനമായ രീതിയിൽ അവിടെ സ്പാ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്പാ സെന്ററിലെ മറ്റ്
സ്പാ സെന്ററിലെ ആളുകളുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ഗുണ്ട ആക്രമണമാണ് തന്റെ സ്ഥാപനത്തിൽ നടന്നെന്നുള്ള കാര്യമാണ് ഉടമ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പോലീസിന്റെ ഇത്തരത്തിലുള്ള ആവശ്യത്തെ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര തലത്തിൽ തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ വകുപ്പ് തല നടപടികൾക്ക് വരെ ഇത് പോയേക്കാൻ സാധ്യതയുണ്ട്. പട്ടാപ്പകൽ നടന്ന നഗരമധ്യത്തിൽ നടന്ന പോലീസിനെതിരെ ആദ്യമായിട്ടല്ല ഇത്തരമൊരു ആരോപണം. പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയിലെ പോലീസുകാർക്കെതിരെ ഇതിനു മുൻപും പോലീസ് ഉന്നതർക്കെതിരെ പോലും പല ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. പ്രതികളെ സംരക്ഷിക്കാൻ, ഗുണ്ടാ മാഫിയെ പോലും സംരക്ഷിക്കാൻ പോലീസ് നീക്കം നടത്തുന്നു, ഗുണ്ടകൾക്ക് ഒത്താശ ചെയ്യുന്നു എന്ന ആരോപണം. ഇത് ആഭ്യന്തര തലത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. എത്രത്തോളം ഗൗരവമായിട്ടാണ് ഈ സ്പാ ഉടമയുടെ പരാതിയെ, ഈ ആരോപണത്തെ പോലീസ് ഉന്നതർ കാണുന്നത്? തീർച്ചയായിട്ടും പോലീസിനെതിരെ ഇത്ര ഒരു വിമർശനം ഉയരുമ്പോൾ സ്വാഭാവികമായും ഒരു ഉന്നതതല അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ അതിജീവിതയെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പകൽ സമയത്ത് ഒരു സ്ഥാപനത്തിൽ കടന്ന് 6ഓളം വരുന്ന പ്രതികൾ കൂട്ടായി സംഘം ചേർന്ന് പീഡിപ്പിച്ചു എന്നുള്ള ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു കാര്യം തന്നെ വലിയ കുറ്റകരമാണ്. നഗരത്തിലാണ് നടന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എടുക്കുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ എന്തുകൊണ്ട് ഈ കേസെടുക്കാൻ പോലീസ് വൈകി എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അത് ഈ ഗുണ്ടകളുമായി ചില ബന്ധങ്ങൾ പോലീസിനുണ്ട് എന്ന് ഉടമ ആരോപിക്കുന്നത് ശരി വെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പോലീസും ഗുണ്ടകളും തമ്മിൽ ഒരു ആവശ്യത്തെ കൂട്ടുകെട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 1-ാം തീയതി നടന്നൊരു സംഭവത്തെ 2-ാം തീയതി എഫ്ഐആർ എടുക്കുന്നു. അതിന് പിന്നീട് അന്വേഷണം നടത്തുമ്പോൾ സ്വാഭാവികമായും 2 പ്രതികൾ മാത്രമാണ് ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള. ബാക്കി 4 പ്രതികൾ ഇപ്പോഴും പുറത്താണ്. ആ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഡിച്ചുവല്ല ഡിഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ പ്രതികൾക്ക്, ഈ കാപ്പ കേസിൽ 11ഓളം കേസ് പ്രതിയാണ് ഈ മരണ സുബിൻ എന്ന് പറയുന്ന സുബിൻ അലക്സാണ്ടർ. 11ഓളം കേസുകൾ നിലവിൽ ഈ കാപ്പ പ്രതിക്കുണ്ട്. അത് അത്തരമൊരു പ്രതിയാണ്. ആ പ്രതിക്ക് അനുകൂലമായി ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി ഇറക്കാനുള്ള ശ്രമം കൂടി നടന്നു എന്നുള്ള കാര്യം കൂടി രാഷ്ട്രീയപരമായുള്ള ചില ഭരണകക്ഷിയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പോലീസ് സ്റ്റേഷനിൽ എത്തി എന്നുള്ള ആരോപണം കൂടി വരുന്നു. അത്തരത്തിലും ചില ആരോപണങ്ങൾ വരുന്നു. അത്തരത്തിൽ ആകെ ഒരു ദുരൂഹത ഉള്ളൊരു കേസായി ഇത് മാറുകയാണ്. കാരണം ഗൗരവമുള്ളൊരു കേസാണ്. ആ കേസ് കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. എന്തായാലും ആഭ്യന്തര തലത്തിൽ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള നടപടിയിലേക്ക് സാധ്യതയുമുണ്ട്. തോമസ്, ഈ ബലാത്സംഗ കേസിൽ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്യുന്ന പരാതിയിൽ ആണ് ഇതുവരെയും പല പ്രധാനപ്പെട്ട പ്രതികളിലേക്കും അന്വേഷണം എത്താത്തത്. അവരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ ഉന്നതർ പോലും നീക്കം നടത്തുന്ന പരാതി, ആക്ഷേപമുള്ളത്. ശശിനാരായണൻ, ഇവിടെ ഈ ബലാത്സംഗത്തിന് പിന്നിൽ അതൊരു കൊട്ടേഷനാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നിൽ ആരായിരിക്കാം? കാരണം ഈ സ്പാ സെൻ്ററുകളുമായി ബന്ധപ്പെട്ട കുടിപ്പക അല്ലെങ്കിൽ ബിസിനസ് ഇടപാടുകൾ, അത്തരം എന്തെങ്കിലും സംഭവം ഇതിന് പിന്നിലുണ്ടോ? അത്തരത്തിലുള്ള ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഉടമയുടെ പരാതിയുമായി അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തിരുവല്ലയിൽ നിരവധി സ്പാ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പലതിനും ലൈസൻസ് ഇല്ല എന്നുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഇത്തരമൊരു ആക്രമണം ഈ സ്പാ സെന്ററിൽ നടത്തിയാൽ ഒരുപക്ഷെ ഇവിടെ വരുന്ന കസ്റ്റമർ അത് ഇല്ലാതാകും. അതിനെ തകർച്ചയിലേക്ക് നയിക്കാൻ കഴിയുമെന്നുള്ള ചിലരുടെ ഗൂഢലക്ഷ്യം ഇതിനുണ്ട്. ആ തരത്തിലാണ് ഒരു കൊട്ടേഷൻ എന്ന നിലയ്ക്കാണ് ഈ ഉടമ വ്യക്തമാക്കുന്നത്. തന്റെ സ്ഥാപനത്തെ തകർക്കാനും തന്റെ ബിസിനസ് ഇല്ലാതാക്കാൻ വേണ്ടി മറ്റ് സ്പാ, അതായത് അവിടെ പ്രവർത്തിക്കുന്ന സ്പാ സെന്ററിലെ ആളുകളുടെ അല്ലെങ്കിൽ ഉള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ് ഈ സ്പാ സെന്റർ ഉടമ വ്യക്തമാക്കിയിട്ടുള്ളത്. പോലീസിന് ഈ ഗുണ്ടകളുമായി ആവശ്യമായ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് കേസെടുക്കാൻ വൈകിയത് എന്നുള്ള കാര്യം കൂടി ഉന്നയിക്കുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് നമ്മൾ ഇതിന്റെ കേസുകൾ പരിശോധിക്കുമ്പോൾ. കാരണം 1-ാം തീയതിയാണ് ഈ സ്പാ സെന്ററിലെ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്യുന്നത്. പിന്നീട് 2-ം തീയതി പോലീസ് എഫ്ഐആർ ഇടുന്നു. അത്തരത്തിലാണ് കേസ് തന്നെ പോകുന്നത്. 2 പ്രതികളെ മാത്രമാണ് ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പിടിക്കാൻ ആദ്യം ഈ പീഡനം നടത്തിയ ശേഷം രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ കാപ്പ കേസിലെ പ്രതിയായ 1-ാം പ്രതിയായ സുബിനെ വീട്ടിൽ പോലീസ് പിടികൂടാൻ ചെല്ലുമ്പോൾ വീട്ടിലെ നായെ അയച്ചുവിട്ട് പോലീസുകാരെ കടുപ്പിക്കുന്ന ഒരു രീതി കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ ഉള്ള ഒരു ആക്രമണം ഉണ്ടാകുന്ന രീതിയിലാണ്, വലിയ പാടുപെട്ടാണ് പോലീസ് സുബിനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരുപക്ഷെ ഈ ഉടമ ഉന്നയിക്കുന്നത് തന്റെ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി മറ്റ് സ്പാ സെന്ററിലെ ആളുകൾ അല്ലെങ്കിൽ എതിർ ചേരിയിലുള്ളവർ
സംഘടിതമായോ അല്ലെങ്കിൽ ഒറ്റയ്ക്കായോ തന്നെ തകർക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് എന്നുള്ളതാണ് ഈ സ്ഥാപന ഉടമ വ്യക്തമാക്കുന്നത്. അത്തരമൊരു ആരോപണം മുന്നോട്ട് വെക്കുന്നു. പോലീസും ഇക്കാര്യത്തിൽ അവരുമായി ചില കൂട്ടുകെട്ടുകളുണ്ട്, ആവശ്യത്തെ കൂട്ടുകെട്ടുണ്ട് പോലീസിനുണ്ട് എന്നുള്ളത്. അത് പറയാൻ കാരണം തിരുവല്ലയിലെ ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാ സെന്ററുകളിൽ തിരുവല്ല പോലീസുകൾ സന്ദർശകരാണ്, അവിടുന്ന് മാസപ്പടി വെട്ടുന്നു എന്നുള്ള ആരോപണം കൂടി പുറത്തു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലൂടെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഒരുപക്ഷെ കൂട്ടി വായിക്കുമ്പോഴാണ് ഈ കേസിന്റെ ഒരു ഗൗരവം മനസ്സിലാകാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പട്ടാപ്പകൽ നടന്ന ഒരു കൂട്ട ബലാത്സംഗത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ ഇത്തരം ചില കാര്യങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയത്തിലെ ഉന്നത തിരുവല്ല നഗരത്തിലെ പട്ടാപ്പകലാണ് സ്പാ സെന്ററിൽ കയറി ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തത്. സംഭവത്തില് ഗുണ്ടാ സംഘങ്ങളിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. ഇതിന് പിന്നിൽ കൊട്ടേഷൻ ആക്രമണമാണെന്ന് പറയുന്നു. പോലീസും ഗുണ്ടകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ കുടുക്കാൻ ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.